ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബ് ഉപയോഗിച്ച് കളിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണോ? പല ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ വിപണിയിൽ ലഭിക്കുന്ന റൂബിക്സ് ക്യൂബുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഫാക്ടറി ടിവിയിലൂടെ ഇന്നത്തെ വീഡിയോയിൽ റൂബിക്സ് ക്യൂബ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ക്യാരം ബോർഡ്, ലോൺ ബോളിംഗ് ബോള്, ക്രിക്കറ്റ് ബാറ്റ് എന്നിവയുടെ ഫാക്ടറി നിർമ്മാണവും എങ്ങനെയെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒട്ടും സമയം പാഴാക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് റൂബിക്സ് ക്യൂബ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കളിപ്പാട്ടം ഉപയോഗിക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് ബദാം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾ കൊണ്ട് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നവരെ ജീനിയസ്മാരായിട്ടാണ് കരുതുന്നത്. റൂബിക്സ് ക്യൂബിന്റെ പ്രധാന ഭാഗമാണ് ക്യൂബ്ലെറ്റുകൾ. ഈ റൂബിക്സ് ക്യൂബ് 3 വ്യത്യസ്ത തരം ക്യൂബ്ലെറ്റുകൾ അടങ്ങുന്ന 26 ക്യൂബ്ലെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. എഡ്ജ് ക്യൂബ്ലെറ്റുകൾ, കോർണർ ക്യൂബ്ലെറ്റുകൾ, സെന്റർ ക്യൂബ്ലെറ്റുകൾ എന്നിവയാണ് ആ 3 വ്യത്യസ്ത തരം ക്യൂബ്ലെറ്റുകൾ. 12 എഡ്ജ് ക്യൂബ്ലെറ്റുകളും 8 കോർണർ ക്യൂബ്ലെറ്റുകളും 6 സെന്റർ ക്യൂബ്ലെറ്റുകളുമായാണ് ഒരു റൂബിക്സ് ക്യൂബ് നിർമ്മിക്കാൻ ആവശ്യമുള്ളത്. ഈ ക്യൂബ്ലെറ്റുകൾ ഒരു മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അടുത്തതായിട്ട് 6 സെന്റർ ക്യൂബ്ലെറ്റുകളെ സ്ക്രൂ ഉപയോഗിച്ച് റൂബിക്സ് ക്യൂബിന്റെ മർമ്മമായിട്ടുള്ള കോറുമായിട്ട് ഉറപ്പിക്കുന്നു. ഈ കോറാണ് റൂബിക്സ് ക്യൂബിന്റെ 360 ഡിഗ്രിയിലുള്ള ചലനം സാധ്യമാക്കുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത്. കോറുമായിട്ട് ഉറപ്പിച്ച ശേഷം സെന്റർ ക്യൂബ്ലെറ്റുകളുടെ പുറം ഭാഗം അടപ്പ് കൊണ്ട് അടയ്ക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ റൂബിക്സ് ക്യൂബിന്റെ കോറുമായിട്ട് ബാക്കിയുള്ള 20 ക്യൂബ്ലെറ്റുകളും ഘടിപ്പിക്കുന്നു. അതിനുശേഷം റൂബിക്സ് ക്യൂബിന്റെ ഓരോ വശത്തും അനുയോജ്യമായിട്ടുള്ള നിറങ്ങളുടെ സ്റ്റിക്കർ പതിപ്പിക്കും. ഏറ്റവും ഒടുവിൽ റൂബിക്സ് ക്യൂബ് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ക്യൂബ്ലെറ്റുകളുടെ വിടവിലേക്ക് ലൂബ്രിക്കന്റ് സ്പ്രേ ചെയ്യുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന റൂബിക്സ് ക്യൂബുകളെ കടയിൽ വിൽക്കുന്നതിന് വേണ്ടി ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്കുള്ളിലാക്കി അടച്ചതിന് ശേഷം പെട്ടികളിൽ പാക്ക് ചെയ്യുന്നു. റൂബിക്സ് ക്യൂബിനെ കുറിച്ച് ഒരു രസകരമായ കാര്യം പറയട്ടെ. റൂബിക്സ് ക്യൂബ് കണ്ടുപിടിച്ച ബൾഗേറിയക്കാരനായിട്ടുള്ള എർണോ റൂബിക്കിന് താൻ കണ്ടുപിടിച്ച റൂബിക്സ് ക്യൂബ് ആദ്യമായിട്ട് സോൾവ് ചെയ്യാൻ 1 മാസം എടുത്തു എന്നത് വളരെ രസകരവും കൗതുകമുണർത്തുന്നതുമായിട്ടുള്ള ഫാക്റ്റാണ്. ഇനി ബോളിംഗ് ബോൾ. ലോകത്തെ 90ഓളം രാജ്യങ്ങളിലായിട്ട് 12 കോടിയോളം ആളുകൾ കളിക്കുന്ന ഗെയിമായിട്ടുള്ള ബോളിംഗിൽ ഉപയോഗിക്കുന്ന ബോളിംഗ് ബോളിന്റെ നിർമ്മാണമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. 10 പിന്ന്, ഡെക്ക് പിന്ന്, ക്യാൻഡിൽ പിന്ന് എന്നിങ്ങനെ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള പന്തുകളാണ് ബോളിംഗ് എന്ന ഗെയിമിൽ ഉപയോഗിക്കുന്നത്. സാധാരണ പന്തുകൾ പോലെയല്ല ഇവ. ഭാരത്തിലും രൂപത്തിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ബോളിംഗ് ബോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് കാണാം. ആദ്യം ഒരു കണ്ടെയ്നറിൽ പോളിസ്റ്റർ റെസിൻ ലിക്വിഡ് എടുത്തതിന് ശേഷം അതിൽ ലൈംസ്റ്റോൺ പൗഡർ, അതായത് കുമ്മായം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായി മിക്സ് ആയതിനു ശേഷം ഈ മിശ്രിതത്തെ ബോൾ നിർമ്മിക്കാനുള്ള ആദ്യ രൂപം നിർമ്മിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് ഉണങ്ങുവാനായിട്ട് അനുവദിക്കുന്നു. നന്നായി ഉണങ്ങിയ ശേഷം മോൾഡിൽ നിന്ന് പുറത്തെടുക്കുന്ന ബോളിന്റെ ആദ്യ രൂപത്തെ കോർ എന്നാണ് പറയുന്നത്. ഈ കോറിന്റെ ചുവട്ടിൽ ഡ്രില്ല് ചെയ്ത് ഒരു ഹോൾ ഇട്ടതിന് ശേഷം അടുത്ത മോൾഡിലേക്ക് മാറ്റുന്നു. വീണ്ടും പ്രത്യേകമായിട്ട് കമ്പനികൾ തയ്യാറാക്കിയ ഒരു മിശ്രിതം ഈ മോൾഡിലേക്ക് നിറച്ച് വീണ്ടും ഉണങ്ങാനായിട്ട് അനുവദിക്കുന്നു. ഉണങ്ങിയ ശേഷം പുറത്തെടുക്കുന്ന രൂപത്തിന് ബോളിന്റെ ഗോളാകൃതി ലഭിച്ചിരിക്കും. അതിനുശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം അതിൽ നിന്ന് മുറിച്ച് മാറ്റിയ ശേഷം വീണ്ടും അടുത്ത മോഡിലേക്ക് മാറ്റുന്നു. അതിലേക്ക് പ്ലാസ്റ്റിക് റേസിംഗ് യൂറിത്തീനും ചുവന്ന നിറവും കലർന്ന മിശ്രിതം ഒഴിച്ച് വീണ്ടും ഉണക്കുന്നു. ഉണങ്ങിയ ശേഷം പുറത്തെടുക്കുന്ന പന്തിൽ നിന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നു. അടുത്തതായിട്ട് ബോളിനെ ഒരു പ്രത്യേകതരം ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്ത് ബോളിന്റെ പ്രതലം സ്മൂത്ത് ആക്കി മാറ്റുന്നു. അതിനുശേഷം ബോളിൽ ലേസർ പ്രിന്റിംഗ് ഉപയോഗിച്ച് കമ്പനിയുടെ പേരും അളവും ഒക്കെ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ബോളിൽ 3 ഹോളുകൾ ഇടുന്നു. ഇത് ഉപയോഗിക്കുന്ന കളിക്കാർക്ക് സുഗമമായിട്ട് പന്തെടുക്കുന്നതിനും എറിയുന്നതിനും ഒക്കെ എളുപ്പമാക്കുന്നത് ഈ 3 ഹോളുകളാണ്. ഈ ഹോളുകളിൽ പ്ലാസ്റ്റിക് ഗ്രിപ്പുകൾ ഘടിപ്പിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നതോടെ ബോളിംഗ് ബോളിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. നിർമ്മാണം പൂർത്തിയായ ശേഷം ഒരു പ്രൊഫഷണൽ ബോളിംഗ് എക്സ്പെർട്ടിനെ കൊണ്ട് ബോൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബോൾ പാക്ക് ചെയ്യാറുള്ളൂ. ടെസ്റ്റ് പാസ്സാകുന്ന ബോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വാറണ്ടി കാർഡ് ഉൾപ്പെടെ ഒരു ബോക്സിലാക്കി പാക്ക് ചെയ്താണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നത്. ഇത്ര ബുദ്ധിമുട്ടി നിർമ്മിക്കുന്ന ബോളിംഗ് ബോളുകളുടെ വില എത്രയാണെന്ന് കൂടി അറിഞ്ഞോളൂ. ഏകദേശം 5000
10,000 മുതൽ 20,000 രൂപ വരെയാണ് ഒരു ബോളിംഗ് ബോളിന്റെ വില എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ആരാധകരുള്ള ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ തീരുമുന്നേ എല്ലാവരും ക്രിക്കറ്റ് എന്ന് ഉത്തരം പറഞ്ഞിരിക്കും. ഗ്രൗണ്ടിൽ ബാറ്റ്സ്മാൻ 4ഉം 6ഉം ഒക്കെ അടിക്കുമ്പോൾ ആവേശം കൊള്ളുന്നതിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് വില്ലോ എന്ന മരത്തിന്റെ തടിയാണ്. മറ്റുള്ള തടികളേക്കാൾ കാഠിന്യവും ഭാരക്കുറവും അതുപോലെ ഷോക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും ഉള്ളതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ട് ഇംഗ്ലീഷ് വില്ലോ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പാകമായിട്ടുള്ള വില്ലോ മരം മുറിച്ചെടുക്കുന്ന ഇടത്ത് നിന്നാണ് ക്രിക്കറ്റ് ബാറ്റിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. മുറിച്ചെടുത്ത മരം അവിടെ നിന്ന് ഫാക്ടറിയിൽ എത്തിക്കുന്നു. അതിനുശേഷം അവ ചതുരാകൃതിയിൽ മുറിച്ചെടുക്കുന്നു. ബാറ്റിന്റെ ഹാൻഡിലും ബ്ലേഡും വെവ്വേറെയാണ് നിർമ്മിക്കുന്നത്. അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള അളവിലാണ് തടി മുറിച്ചെടുക്കുന്നത്. ആദ്യം ബാറ്റിന്റെ ഹാൻഡിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാറ്റിന്റെ ഹാൻഡിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തടി കഷ്ണം വേഗത്തിൽ തിരിയുന്ന ഒരു മെഷീൻ ഘടിപ്പിച്ച ശേഷം ഉളി ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്ത് ഉരുളൻ ഷേപ്പാക്കി ഹാൻഡിലിന്റെ രൂപത്തിൽ നിർമ്മിക്കുന്നു. അതിനുശേഷം വീതിയുള്ള ഒരു ചതുര തടിക്കഷ്ണം ഉപയോഗിച്ച് ബാറ്റിന്റെ ബ്ലേഡ് നിർമ്മിക്കുന്നതിനായിട്ട് എടുക്കുന്നു. ബാറ്റിന്റെ ഹാൻഡിലും ബ്ലേഡും വി ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം അവ പശ ഉപയോഗിച്ച് തമ്മിൽ ഒട്ടിക്കുന്നു. നന്നായി ഉണങ്ങിയ ശേഷം ക്രിക്കറ്റ് ബാറ്റിന്റെ ഷേപ്പിംഗ് ആരംഭിക്കുന്നു. ബാറ്റിന്റെ താഴെ നിന്നും വശങ്ങളിൽ നിന്നുമൊക്കെ തടി മുറിച്ചു മാറ്റി ക്രിക്കറ്റ് ബാറ്റിന്റെ ആകൃതിയിൽ തയ്യാറാക്കി എടുത്തതിന് ശേഷം ബാറ്റ് നന്നായിട്ട് വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കുന്നു. ഓരോ കളിക്കാർക്കും വ്യത്യസ്ത ഭാരമുള്ള ബാറ്റ് ഉപയോഗിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് ഈ ഘട്ടത്തിലാണ് ബാറ്റിന്റെ ഭാരം തീരുമാനിക്കപ്പെടുന്നത്. അതിനുശേഷം ബാറ്റിന്റെ ഹാൻഡിലിന് നല്ല ഗ്രിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ഹാൻഡിലിൽ കനമുള്ള നൂല് ചുറ്റിയെടുക്കുന്നു. നൂല് ചുറ്റിയതിനു ശേഷം ബാറ്റിനെ വാട്ടർ പ്രൂഫ് ആക്കുന്നതിന് വേണ്ടി പ്രൈമർ പൂശി ഉണക്കുന്നു. അതിനുശേഷം ആവശ്യമെങ്കിൽ ബാറ്റിൽ പെയിന്റ് ചെയ്തതിനു ശേഷം ബാറ്റിന്റെ ഇരുവശത്തും ബാറ്റ് നിർമ്മിക്കുന്ന കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. ഏറ്റവും ഒടുവിൽ ബാറ്റിന്റെ ഹാൻഡിലിൽ റബ്ബർ ഗ്രിപ്പ് കൂടി ഇടുന്നു. ഇതോടെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുകയാണ്. പറയുമ്പോൾ വളരെ വേഗത്തിൽ കഴിയുമെങ്കിലും വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ഒക്കെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഓരോ ക്രിക്കറ്റ് ബാറ്റും ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്നത്. ഇനി ക്യാരം ബോർഡ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡോർ ഗെയിമാണ് ക്യാരംസ്. നമ്മുടെ വിരലുകൾക്ക് നല്ലൊരു എക്സർസൈസ് ആണ് ക്യാരംസ് കളിക്കുന്നത്. ക്യാരംസ് കളിക്കുവാൻ ഉപയോഗിക്കുന്ന ബോർഡും കോയിനും എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ക്യാരം ബോർഡ് നിർമ്മിക്കാനായിട്ട് ആദ്യം തടി മുറിച്ചു മാറ്റി കുറഞ്ഞ 8 പലകകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന വിധം ഈ പലകകളിൽ നിന്നും തടി കഷ്ണം മുറിച്ചു മാറ്റുന്നു. തടി മുറിച്ചു മാറ്റിയ ശേഷം അവയെ ഈ വിധം നെടുകയും കുറുകയും ക്രമീകരിച്ച് ക്യാരം ബോർഡിന്റെ ഫ്രെയിം നിർമ്മിക്കപ്പെടുന്നു. അടുത്തതായിട്ട് സമചതുരാകൃതിയിൽ മിനുസമുള്ള പ്ലൈവുഡ് മുറിച്ചെടുത്ത് അതിൽ പ്രൈമർ പൂശുന്നു. അടുത്തതായിട്ട് പ്രൈമർ പൂശി ഉണക്കിയെടുത്ത പ്ലൈവുഡിൽ പ്രത്യേകതരം അച്ചുപയോഗിച്ച് ക്യാരം ബോർഡിന്റെ ഡിസൈൻ പ്രിന്റ് ചെയ്തെടുക്കുന്നു. പ്രിന്റ് ചെയ്ത ഡിസൈൻ ഉണങ്ങിയതിനു ശേഷം ഡിസൈൻ വിവിധ നിറങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് പെയിന്റ് ചെയ്യുന്നു. പെയിന്റ് ഉണങ്ങിയ ശേഷം ആദ്യം നിർമ്മിച്ച ക്യാരം ബോർഡിന്റെ ഫ്രെയിമിൽ പ്ലൈവുഡ് പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. അതിനുശേഷം പ്ലൈവുഡിന് ചുറ്റും വീതിയുള്ള ഒരു ഫ്രെയിം കൂടി ഉറപ്പിക്കുന്നു. കളിക്കുന്ന സമയത്ത് ക്യാരം ബോർഡിനുള്ളിൽ നിന്നും കോയിനുകൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നത് തടയുന്നത് ഈ ഫ്രെയിമാണ്. ആണി ഉപയോഗിച്ചിട്ടാണ് ഫ്രെയിമും പ്ലൈവുഡ് നന്നായിട്ട് ഉറപ്പിക്കുന്നത്. അടുത്തതായിട്ട് ക്യാരം ബോർഡിന്റെ 4 കോർണറുകളിലും ഒരേ അളവിലുള്ള 4 വൃത്താകൃതിയിലുള്ള ഹോളുകൾ ഇടുന്നു. അതിനുശേഷം ഹോളുകൾ താഴെ കളിക്കുന്നതിനിടയിൽ കോയിനുകൾ പുറത്തേക്ക് പോകാതിരിക്കാൻ ഇത്തരത്തിൽ തുണി ഉറപ്പിക്കുന്നു. അവസാനമായിട്ട് ക്യാരം ബോർഡിന് വശങ്ങളിൽ ഉറപ്പിച്ച ഫ്രെയിമിന് കറുത്ത പെയിന്റ് അടിച്ച് പ്ലൈവുഡിന് മിനുസവും തിളക്കവും നൽകുന്ന കെമിക്കൽ പൂശി പോളിഷ് ചെയ്ത് ഉണക്കിയെടുക്കുന്നതോടെ ക്യാരം ബോർഡ് നിർമ്മാണം പൂർത്തിയാകുന്നു. വെറും ക്യാരംസ് ബോർഡ് കൊണ്ട് ക്യാരംസ് കളിക്കാനാകില്ലല്ലോ, അതിന് ക്യാരം കോയിൻ വേണം. ഇനി ക്യാരംസ് കോയിനുകൾ എങ്ങനെ നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. ക്യാരം കോയിനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഒരു പ്രത്യേക യന്ത്രത്തിലൂടെ കടത്തിവിട്ട് പൊടിയാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ പൊടിച്ചെടുത്ത തടിയുടെ പൊടിയിൽ ഫെവിക്കോൾ ചേർത്ത് കുഴച്ചെടുക്കുന്നു. അടുത്തതായിട്ട് കുഴച്ചെടുത്ത ഈ മിശ്രിതം
ഒരു പ്രസ്സിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് ക്യാരം കോയിന്റെ ഡയമീറ്ററുള്ള ഒരു പൈപ്പ് രൂപത്തിൽ നിർമ്മിച്ചെടുക്കുന്നു. പ്രസ്സിംഗ് മെഷീനിലൂടെ പുറത്തു വരുന്ന പൈപ്പ് രൂപത്തിലുള്ള ഈ മിശ്രിതത്തെ ഒരു സ്ലൈഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ക്യാരം കോയിന്റെ അളവിൽ കൃത്യമായിട്ട് മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന കോയിനുകളെ വീണ്ടും ഒരു പ്രസ്സിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് കൂടുതൽ ബലമുള്ളതും ഡിസൈനുള്ളതുമായിട്ടുള്ള രൂപത്തിലേക്ക് കോയിനുകളെ നിർമ്മിച്ചെടുക്കുന്നു. ഒടുവിൽ ആവശ്യമുള്ള നിറങ്ങളിൽ ഈ കോയിനുകൾ പെയിന്റ് ചെയ്തെടുക്കുന്നതോടെ ക്യാരം കോയിനുകൾ ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബും ബോളിംഗ് ബോളും ക്രിക്കറ്റ് ബാറ്റും ക്യാരംസ് ബോർഡും എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കണം. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV for the wonderful factory making videos.